മനസ്സിലാവുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രകാര്യം. ഇന്നലെ കേരളത്തിൽ നടത്തിയ സമരം വീണ്ടും ഒരു പണിമുടക്ക്. എന്തുകൊണ്ടുണ്ടാവും ആ പണിമുടക്ക് എന്ന്? ആദ്യമായിട്ട് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ, ട്രാൻസ്പോർട്ട് സംഘടനകളെല്ലാം INTUC ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. എന്തുകൊണ്ട്? ഇതിന്റെ പ്രത്യാഘാതത്തെ കുറിച്ച് ഇന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഉയർത്തുന്നവർക്കും അതറിയാം. പക്ഷെ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ വഴി തെറ്റാണ്, മറ്റൊരു വഴി കണ്ടുപിടിക്കണം എന്ന് നാം ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെ നയപരമായ ഒരു വ്യത്യാസം ഉണ്ടാക്കാനാണ്, നയപരമായ ഒരു മാറ്റം ഉണ്ടാക്കാനാണ് ഇന്ന് ഇന്ത്യയിലെ തൊഴിലാളികൾ ശ്രമിക്കുന്നത്. അഭിപ്രായ ഭേദങ്ങൾക്കിടയിൽ പ്രശ്നാധിഷ്ഠിതമായ ഒരു അഭിപ്രായ ഐക്യമുണ്ടാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വില വർദ്ധിപ്പിക്കുന്നതിനെതിരായുള്ള സമരത്തിൽ പൊതുവിതരണ സമ്പ്രദായം കുറിച്ചും ഊഹക്കച്ചവടങ്ങൾക്ക് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അത് നാം വിശദീകരിക്കുന്നു. ഇന്ത്യയിൽ ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വരുന്ന മുതൽ മുടക്കുകൾ അത് ജോലി സാധ്യത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ഈ നാട്ടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വിദേശത്ത് നിക്ഷേപം എന്നാലും സ്വീകരിക്കാം. പക്ഷെ അത് ഇന്ത്യയിൽ ജോലി സാധ്യതകളുടെ വർധനവിന് ഒരു കടമൊരുക്കണം. പുതിയ ജോലി സാധ്യതകൾ ഉണ്ടാക്കണമെന്ന് ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പെൻഷൻ എന്നുള്ളത് നേരത്തെ സർക്കാർ ജീവനക്കാർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷനാണ് മറ്റുള്ളവർക്ക് പെൻഷൻ ആവശ്യപ്പെടാനുള്ള ഒരു അടിസ്ഥാനം. ഇന്ന് അങ്ങനെ ഇല്ലാതായിരിക്കുന്നു. കേരളത്തിലുള്ള സഖാക്കൾ, കേരളത്തിലുള്ള കേന്ദ്ര ജീവനക്കാർ, സംസ്ഥാന ജീവനക്കാർ അവരുടെ തന്നെ സേവന വ്യവസ്ഥകളും നോക്കിയാൽ 2004 ശേഷം കേന്ദ്ര സർക്കാർ പണിയിൽ ചേർന്നവർക്ക് ന്യൂ പെൻഷൻ, ന്യൂ NPS ഉള്ളത് ന്യൂ പെൻഷൻ പോയി നാഷണൽ പെൻഷൻ സ്കീമായി മാറി. നിയമം പാസ്സായിട്ടില്ല. PFRDA പാർലമെന്റ് കിടക്കാണ്. പക്ഷെ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർക്ക്, ബംഗാളിലെ സംസ്ഥാന ജീവനക്കാർക്ക്, ത്രിപുരയിലെ സംസ്ഥാന ജീവനക്കാർക്ക് പഴയ പെൻഷൻ ഇന്നും ലഭ്യമാകുന്നു. PFRDA നിയമം ഇനിയും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ കിടക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ കർണാടകത്തിലായാലും ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലായാലും 2004 ശേഷം സംസ്ഥാന ജോലിക്കാരായവർക്ക് ഇന്ന് പെൻഷൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇത് കേരളം, എന്തുകൊണ്ടാണ് ഇത് ബംഗാൾ, എന്തുകൊണ്ടാണ് ത്രിപുര? ഈ ചോദ്യം ഉന്നയിക്കുകയും അതിന് മറുപടി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? അപ്പൊ ഇന്നത്തെ ട്രേഡ് യൂണിയനുകളിൽ മനസ്സിലാക്കും. സാമൂഹ്യ സുരക്ഷ, അസംഘടിത മേഖലയിലുള്ള സാമൂഹ്യ സുരക്ഷ എന്നുള്ളത് വാക്കുകൾ മാത്രമായി അവസാനിക്കുകയാണ്. 1000 കോടി രൂപ ഇതിനുവേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതല്ലാതെ അതിനുവേണ്ടിയിട്ട് കാര്യമായ ഒന്നും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ വിറ്റുതുറക്കലിന് സ്വകാര്യവൽക്കരണത്തിനെതിരായി എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു നിൽക്കുന്നു. അങ്ങനെ 5 ആവശ്യങ്ങൾക്ക് വേണ്ടി 2009 തുടങ്ങിയ നമ്മുടെ ഐക്യവേദി ഇന്ന് ആ 5 ആവശ്യങ്ങളോടൊപ്പം കോൺട്രാക്ട് സമ്പ്രദായത്തിനും ചൂഷണത്തിനും അറുതി വരുത്തുക, കോൺട്രാക്ട് നിയമം തന്നെ അനുശാസിക്കുന്നത് പെരനിയൽ നേച്ചർ ഓഫ് ജോബ്, ഒരു തുടർന്ന് പണിയെടുക്കേണ്ട സാഹചര്യത്തിൽ അവിടെ കോൺട്രാക്ട് സമ്പ്രദായം ഉണ്ടാവാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. നിയമം കാര്യം എടുക്കാറില്ല. ഇന്ന് കോൺട്രാക്ട് സമ്പ്രദായം എന്നുള്ളത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും എല്ലാ മേഖലയിലും സർക്കാർ ഓഫീസുകളിലും ഉൾപ്പെടെ പുതിയ പുതിയ പേരുകളിൽ വരിക. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇന്ന് ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകളിൽ ഉൾപ്പെടെ ഇന്ന് അവർ സമരം ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടാണ്. ബാങ്കിങ് മേഖലയിലെ ഐക്യവേദി UFPU ഇന്ന് സമരം നടത്തുമ്പോൾ ഈ ഔട്ട്സോഴ്സിംഗിനെതിരായി ചേർന്നാണ് അവർ സമരം നടത്തുന്നത്. അപ്പൊ ഈ നിലയിൽ 5 ആവശ്യങ്ങളോട് ഉന്നയിച്ച നേരത്തെ ഉണ്ടായിരുന്ന 5 നയപരമായ ആവശ്യങ്ങളോടൊപ്പം കോൺട്രാക്ട് സമ്പ്രദായം, മിനിമം വേജസ്, പെൻഷൻ, ഇതിനോടൊപ്പം മറ്റൊരാവശ്യം കേരളത്തിൽ ഒരുപക്ഷെ ആശ്ചര്യജനകമായിരിക്കും ആ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ആവശ്യം. ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകിയാൽ 45 ദിവസങ്ങൾക്കുള്ളിൽ ആ അപേക്ഷയിന്മേൽ തീർപ്പുണ്ടാക്കണമെന്ന് ഇന്ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ചു നിന്ന് ആവശ്യപ്പെടുക. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പഞ്ചാബിലോ ഹരിയാനയിലോ വടക്കേ ഇന്ത്യയിലോ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതും കൂടി പറഞ്ഞു നിർത്താൻ. LDF ഗവൺമെന്റുള്ള ഈ പ്രശ്നത്തിന്റെ നമ്മൾ തുടർച്ചയായി ട്രേഡ് യൂണിയൻ അവകാശം നിഷേധിക്കപ്പെടുന്നു, യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പ്രശ്നം നമ്മൾ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ലേബർ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി, അന്നത്തെ സെക്രട്ടറി ചതുർവേദി